നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്നത്. ചന്ദ്രമതിയോട് വർഷ പറഞ്ഞു, അമ്മേ, ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും. അത് അധിക സമയമൊന്നും നീണ്ടു നിൽക്കത്തില്ല. അതിനകത്ത് അമ്മ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? ഞാൻ എൻ്റെ ഭർത്താവിനോടൊപ്പം ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നേ. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ചില വഴക്കുകളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചു പറഞ്ഞു, അത് ശരിയാ, 100% സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അങ്ങനെ വഴക്കടിച്ചിട്ട് പോയതാണെങ്കിൽ നീ പിന്നീട് എന്തിനാ ഇങ്ങോട്ടേക്ക് തിരികെ വന്നേന്ന് ചോദിച്ചു. അതോ, അത് ശ്രീകാന്ത് എൻ്റെ കയ്യെ കാലെ വന്ന് പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ട്. ഞാൻ എപ്പോഴാ കരഞ്ഞു പറഞ്ഞേ? പിന്നെ നീ എന്നോട് എന്താ പറഞ്ഞേ? അങ്ങോട്ടേക്ക് തിരികെ വരണം എന്നൊക്കെ പറഞ്ഞു. സോറി പറഞ്ഞെന്ന് പറയണം. സോറിയോ? അതെ, ഇവൻ എന്നോട് സോറി പറയുക മാത്രമല്ല ഇങ്ങ് നോക്കാനും പറഞ്ഞുകൊണ്ട് കൈ കിടക്കുന്ന ആ മോതിരം അങ്ങോട്ട് കാണിക്കുവാണ്. ഇതെന്താ വജ്രമോതിരം എന്ന് ചോദിച്ചു. അതെ, ഇത് ഡയമണ്ട് റിങ്ങാ, എനിക്ക് വേണ്ടി ശ്രീകാന്ത് വാങ്ങിക്കൊണ്ട് വന്നാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ശ്രുതി ഓർത്ത് ദൈവമേ പെട്ടു, ഇനിയിപ്പോൾ ഇവള് തന്നോട് ഇങ്ങനെ എന്തെങ്കിലും പറയുമോ എന്നൊരു ചിന്ത. അപ്പോഴേ ചന്ദ്രമതി ചോദിച്ചു, എന്താടാ അതെന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മേ, ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുത്താന്ന് പറഞ്ഞു. വർഷ പറഞ്ഞു, അവൻ എന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ ഇതൊക്കെ വാങ്ങിക്കൂടെ തന്നെ. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? ഞാൻ അവനോടൊപ്പം ഇങ്ങോട്ടേക്ക് പോകുന്നെന്ന് പറഞ്ഞു. ആ സമയം സച്ചി നേരെ ശ്രീകാന്തിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എടാ എന്ത് പരിപാടിയാണ് നീ കാണിച്ചെന്ന് ചോദിച്ചു. എന്താ സച്ചിയേട്ടാ? എടാ, ഇത്ര വിലപിടിപ്പുള്ള സാധനമൊന്നും മേടിച്ചുകൊണ്ട് കൊടുക്കരുത്. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, അത് സ്വാഭാവികം. എടാ, അടിയുള്ളിടത്ത് സ്നേഹമുള്ളെന്നാ പറയണേ എന്നും പറഞ്ഞുകൊണ്ട് വലിയ അടിയൊന്നും ആയിരിക്കരുത്. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, നീ ഇത്ര വലിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു പറഞ്ഞു. അതെന്താ സച്ചേട്ടാ? എടാ, ഞാനും രേവതിയും തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാക്കും. പക്ഷെ അങ്ങനെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നറിയാവോ? ഒന്നെങ്കിൽ ഒരു പീസ് അലുവ, അല്ലെങ്കിലോ ഒരു കുറച്ച് മുല്ലപ്പൂ. ഇതോടുകൂടി ഞങ്ങളുടെ വഴക്കവും പ്രശ്നങ്ങളൊക്കെ തീരും. നീ വില കൂടിയ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഭാര്യയും പറയില്ലേ അങ്ങനെയൊക്കെ വേണമെന്ന്. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല സച്ചേട്ടാ, എനിക്ക് ആ അലുവേ മുല്ലപ്പൂ ഒക്കെ മതിയെന്ന് പറഞ്ഞു. ഓ, രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. സമാധാനമായെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതിയോട് പറഞ്ഞു, കണ്ടില്ലേ വാങ്ങിച്ചോണ്ട കൊടുത്തേ. ഇന്ന് വരെ ശ്രുതി എനിക്ക് അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് നമ്മൾ തമ്മിൽ ഇങ്ങനെ വഴക്കൊന്നും അടിച്ചിട്ടില്ലോ, പിന്നെ എന്തിനാന്നൊക്കെ പറഞ്ഞ് ശ്രുതി എങ്ങനെയൊന്ന് സമാധാനിപ്പിക്കുകയാണ്. ആ സമയം ശ്രുതി പറഞ്ഞു, ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ മതിയല്ലോ ശ്രുതി എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് വർഷ പറഞ്ഞു, അതെ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, പനി പിടിച്ചല്ലേ, ഞാനൊന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ. ഒരു കാര്യം ചെയ്ത് ശ്രീകാന്തെ, എൻ്റെ ഭാഗം എടുത്തോണ്ട് അകത്തേക്ക് പോരാൻ പറഞ്ഞിട്ട് വർഷം നേരെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. എല്ലാവരും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് ഒട്ടും സഹിച്ചില്ല. ചന്ദ്രമതി നേരെ ശ്രീകാന്തിൻ്റെ അടുത്ത് ചെന്നു. ശ്രീകാന്തിനോട് പറഞ്ഞു, അവിടെ നിൽക്കടാന്ന് പറഞ്ഞു. എന്താവേ, എന്താ കാര്യം എന്താ? എടാ, നീ എന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് ചോദിച്ചു. എന്താ, നീ എന്തിനാടാ അവൾക്ക് മോതിരം വാങ്ങിക്കൊടുത്തേ? അതിനുള്ള പണം നിനക്ക് എവിടുന്നാ? അത് പിന്നെ അമ്മേ, ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു ഓർഡർ ഉണ്ടായിരുന്നു, കുറച്ച് പൈസ അധികം കിട്ടി, അപ്പം ഞാൻ അത് വെച്ച് അവൾക്ക് വാങ്ങിയതാ. എടാ, ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? അവളെ കാണാൻ പോവരുത്, അവളോട് സംസാരിക്കാൻ പോലെന്നൊക്കെ പറഞ്ഞല്ലേ? ജോലി കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞല്ലേ? എന്നിട്ട് നീ എന്ത് പരിപാടിയാടാ കാണിച്ചേ? നേരെ അവളെ കാണാൻ പോയിരിക്കുന്നല്ലേ? അമ്മേ, അത് പിന്നെ അവളെ കാണാതിരിക്കാൻ പോയാൽ എനിക്ക് പറ്റില്ലായിരുന്നു. എന്തിനാടാ നീ പോയത്? നിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞല്ലേ? അത് പിന്നെ അമ്മ വിളിച്ച് വെച്ചതിന് ശേഷം രേവതിയടുത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. രേവതിയടുത്തേ പറഞ്ഞത് പോയി വർഷേനെ കൂട്ടിക്കൊണ്ട് വന്നെന്നൊക്കെ. എടാ, അതിന് രേവതിയും വർഷയും തമ്മിൽ വഴക്കല്ലേ? അവർ തമ്മിൽ മിണ്ടത്തില്ലോ അമ്മേ? അവർ തമ്മിൽ വഴക്കാ, പക്ഷേങ്കിൽ അങ്ങനെയല്ല. ഞാനും രേവതിയടുത്ത് തമ്മിൽ വഴക്കില്ലല്ലോ. എൻ്റെ വിഷമം കൊണ്ട് രേവതിയടുത്തേക്ക് സഹിച്ചില്ല, അതുകൊണ്ടാണ് പറഞ്ഞേ. രേവതിയടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ വർഷയ്ക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്, അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പോയത്. എടാ, അതിനും മോതിരമൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അമ്മേ, അത് ഞാൻ എൻ്റെ ഭാര്യയ്ക്കല്ലേ വാങ്ങിച്ചു കൊടുത്തതെന്ന് ചോദിച്ചു. ഒട്ടും സഹിച്ചില്ല ചന്ദ്രയ്ക്ക്. ചന്ദ്രമതി ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം അവളെ, എല്ലാത്തിനും കാരണം അവളെ ഒറ്റയൊരുത്തിയ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് പോവുകയാണ്. സാധാരണഗതിയിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിറഞ്ഞു കഴിയുമ്പോൾ, മകനും മരുമോളും ഒന്നിച്ച് നിറഞ്ഞു കഴിയുമ്പോഴത്തേനും സന്തോഷമാണ്ടാ ചന്ദ്രമതിക്ക്. പക്ഷെ ഇവിടെ ദേഷ്യം വന്നേ, രേവതിയാണ് എല്ലാത്തിനും കാരണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് ചന്ദ്രമതി നേരെ രേവതിയുടെ മുറിയിലേക്ക് എല്ലുവാണ്. ആ സമയത്ത് രേവതി തുണിയൊക്കെ മടക്കി അലമാരിയിൽ വെക്കുമായിരുന്നു. എന്താടി നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ലേന്ന് ചോദിച്ചു. എന്താ അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മയ്ക്ക് അമ്മയുടേതായ വിലയുണ്ടല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് ഒരു വില നീ തരാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലേ? അപ്പം നീ ഈ വീട് കൈയടക്കി ഭരിക്കുമല്ലേന്ന് ചോദിച്ചു. അമ്മ, ഞാൻ എവിടെ എന്ത് ഭരിച്ചെന്നാ പറയണേ? നീ കൂടുതലൊന്നും പറയണ്ടേ, എനിക്കെല്ലാം മനസ്സിലായി. നിന്നോടാടി പറഞ്ഞേ ശ്രീകാന്തിനെ വിളിച്ച് പറയാനായിട്ട്, വർഷയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്? അമ്മേ, അതൊരു നല്ല കാര്യമല്ലേ? ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ഇങ്ങനെ കുറച്ച് വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
അപ്പോൾ ആ പിണക്കങ്ങളൊക്കെ മാറ്റി അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരണമല്ലോ. എടി അത് നിന്നോട് ആരാ പറയാൻ പറഞ്ഞെന്ന് ഞാൻ ചോദിച്ചേ. നിന്നോട് ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചു. അമ്മ ചെയ്യേണ്ട കാര്യമാണ്, അത് ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. പക്ഷെ അമ്മ എന്താ പറഞ്ഞു കൊടുത്തതെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. അങ്ങനെയല്ല ഒരു അമ്മായിമ്മ ചെയ്യണ്ടേന്ന് പറഞ്ഞു. സ്വന്തം മകൻ്റെ നന്മയെ കരുതുവാണെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിച്ച് പോട്ടെന്നാ കരുതണ്ടേ. അതിന് പകരം ഏഷണിയൊക്കെ കയറ്റി കൊടുത്ത് അവരെ രണ്ടുപേരും രണ്ടാക്കുമല്ല ചെയ്യണ്ടേ. അത് കേട്ടപ്പോൾ ചന്ദ്രമതി എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നീ കൂടുതൽ എന്നെ പഠിപ്പിക്കണ്ട, പറഞ്ഞു കേട്ടല്ലോ. ഇവന് നീ കൂടുതൽ ഇവിടെ ആളാവാൻ ശ്രമിക്കുകയും വേണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അമ്മയ്ക്ക് ഇപ്പം എന്താ വേണ്ടത്? അവരെ തമ്മിൽ തല്ലി പിരിപ്പിക്കാനാണെങ്കിൽ അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് രവീന്ദ്രൻ സച്ചിയും കൂടി വരുന്നത്. രവീന്ദ്രൻ പറഞ്ഞു, എന്താ ചന്ദ്ര നീ എന്തൊക്കെയാ വിളിച്ച് പറയണമെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, ഇപ്പം അച്ഛനും മനസ്സിലായല്ലോ അമ്മയുടെ കയ്യിരിപ്പ് എന്താന്ന്. വർഷേ ശ്രീകാന്ത് തമ്മിൽ അടിച്ചു പിരിയണം, അതായിരുന്നു, അത് നടക്കാത്തതിൻ്റെ വിഷമമാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രപതി നീ മിണ്ടായിരിക്കുക, നീ കൂടുതലൊന്നും പറയാൻ പോകണ്ടെന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, നിനക്ക് നാണം ഉണ്ടോ ചന്ദ്രേ, നീ എന്ത് പരിപാടി കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സച്ചി രേവതിയോട് പറഞ്ഞു, രേവതി ഞാൻ പോയേക്കുക, എനിക്കൊരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ട് ഇറങ്ങി. രേവതി ആ പിന്നാലെ അങ്ങോട്ട് പോവാണ്. ആ സമയം രവീന്ദ്രൻ ചന്ദ്രപതിയോട് പറഞ്ഞു, ചന്ദ്രേ ഇനിയെങ്കിലും നീ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക്. നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടി വെക്കുന്നേ? സ്വന്തം മകൻ്റെ ജീവിതം തല്ലി കെടുത്താൻ നോക്കുന്നൊരമ്മ, അവരെങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ഒന്നിച്ചു പോട്ടെ എന്നല്ല വിചാരിക്കുന്നത്. നിനക്ക് നാണം ഉണ്ടെന്ന് നീ ഇങ്ങനെയൊക്കെ ചെയ്യുമോയെന്ന് ചോദിച്ചു. ഇത് കേട്ടിപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, രവിയേട്ടാ ഞാൻ കൂടുതലൊന്നും പറയണ്ട, എന്നെ പറഞ്ഞാൽ മതി, നിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനും കൂടെ ഇറങ്ങിപ്പോയപ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യമായി. രേവതി കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നേ, അവൾ വലിയ ആളാവാനായിട്ട് ശ്രമിക്കുക എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. രാത്രി കഴിഞ്ഞപ്പോഴത്തേനും രേവതി അടുക്കളയിലാണ്. അപ്പോൾ സച്ചിക്ക് ഒരു ഗ്ലാസ് പാല് വൈകുന്നേരം കൊണ്ട് കൊടുക്കണം. അങ്ങനെയൊക്കെ എഴുതി പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി വന്നിട്ട് ചോദിച്ചു, അല്ല രേവതി നീ എന്തെടുക്കുക? ഞാൻ സച്ചിയാനുള്ള പാല് തിളപ്പിക്കുക എന്ന് പറയണം. അല്ല ടെറസ് തുണി വല്ലതും ഉണങ്ങാനിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എന്താ അല്ല മഴ വരുമെന്ന് തോന്നിയെന്ന് പറയണം. മഴയോ? തുണി എടുത്തായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ എടുത്തെന്നാ തോന്നേ. അല്ല എന്നാലും ഒന്നുകൂടെ ഒന്ന് പോയി നോക്ക് രേവതി എന്ന് പറഞ്ഞു. അങ്ങനെ രേവതിനെ ടെറസിലേക്ക് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അത് ശ്രുതിയുടെ ഒരു തന്ത്രമായിരുന്നു. ശ്രുതി പിന്നീട് എന്ത് ചെയ്തു, കയ്യിലുണ്ടായിരുന്ന ആ ഉറക്ക ഗുളിക എല്ലാം കൂടെ പൊടിച്ചത് അത് ആ പാലിനകത്തേക്ക് കലർത്തി നന്നായിട്ട് ഇളക്കി വെക്കുവാണ്. ഇത് തന്നെ പറ്റിയ അവസരം. അപ്പോഴേക്കും രേവതി അങ്ങോട്ട് ഇറങ്ങി വന്നു. അയ്യോ ആ തുണിയൊക്കെ ഞാൻ എടുത്തായിരുന്നു പറഞ്ഞു. എടുത്തായിരുന്നോ? ഞാൻ കരുതി എടുത്ത് കാണില്ലായിരിക്കുന്നു, അതുകൊണ്ടാണ് പറഞ്ഞേ. ഞാൻ എടുത്തായിരുന്നു പറഞ്ഞു. പിന്നീട് ശ്രുതി പറഞ്ഞു, എന്നാൽ ശരി ആയിക്കോട്ടെ നമ്മൾ ശ്രുതിയെ മുറിയിലേക്ക് ഇങ്ങോട്ട് പോവാണ്. ആ സമയം രേവതി പാലേക്ക് ഒരു ഗ്ലാസ്സിനകത്തേക്ക് എടുത്തു. നേരെ സച്ചിയുടെ അടുത്തേക്ക് വന്നു. സച്ചി ഇതെന്താ പാല്? ഇതൊക്കെ എനിക്കെന്തിനാ, എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഓ ഇപ്പോൾ ഒരു ഗ്ലാസ് മദ്യമാണ് സച്ചയുടെ മൂക്കുമുട്ട കുടിച്ചാനല്ലോ, അത് മദ്യം, ഇത് പാല്. ഒന്ന് പോ സച്ചേട്ടാ അവിടുന്ന്, മര്യാദയ്ക്ക് കുടിച്ചോളാൻ പറയണം. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, എന്തിനാ ഇതൊക്കെ കുടിക്കുന്നത്? അതെ പാല് കുടിക്കുകയാണെങ്കിൽ വൈകുന്നേരം നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഉറക്കം കിട്ടും പോലും, ഇതൊക്കെ വെറുതെ ആണ്ട് പറയുന്നതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, വെറുതെ ഒന്നും പറയുന്നതല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. സച്ചിയാണെന്ന് കുടിച്ചു വയ്ക്കേ, അതിങ്ങനെയാ, മദ്യം കുടിച്ചല്ലേ രാത്രി ശീലമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ രേവതി പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പിന്നെ നിനക്ക് ഓരോ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. ഒടുവിൽ സച്ചി പറഞ്ഞു, ശരി ഞാൻ പാല് കുടിക്കാമെന്ന് പറയണം. ആ സമയത്ത് ശ്രുതി വന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് സച്ചിയെ പാലിന്ന് കുടിച്ചിട്ട് കിടന്നാൽ മതി, ആ ഫോണ് കൈക്കലാക്കണം, അതിനകത്തുള്ള വീഡിയോ ശരത്തിൻ്റെ എടുക്കണം. ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ശ്രുതി ആ പാലിനകത്ത് ഉറക്കുകൂടി കലർത്തുന്നത് പോലും. പിന്നീട് സച്ചി കുറച്ച് കുടിച്ചു. രേവതിക്ക് കൊടുത്തിട്ട് ബാക്കി നീ കുടിക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ട സച്ചിയേട്ടാ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കള കിടന്ന് പണിയുന്നല്ലേ, നീ കുടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ രേവതിക്കും കൊടുത്തു. രേവതി കുറച്ച് കുടിച്ചു. ശ്രുതിക്ക് സന്തോഷമായി. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ കണക്ക് രണ്ടും കിടന്ന് ഉറങ്ങിക്കോളും. പിന്നീട് സച്ചി രേവതിയോട് രേവതി നീ ഒരു കാര്യം ചെയ്യുക, നല്ലൊരു പാട്ട് പാടാൻ പറഞ്ഞു. പാട്ടോ? നിനക്ക് കുറേ പാട്ട് അറിയാലോ, ഭക്തിഗാനങ്ങളൊക്കെ അറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിൻ്റെ പാട്ട്, പാടാൻ പറഞ്ഞു. രേവതി പറഞ്ഞു, ഈ സമയത്തോ? പിന്നല്ലാതെ ഞാൻ പാടുന്ന കേട്ടാ വീട്ടിലുള്ളവരൊക്കെ ചിലപ്പോൾ ഉറക്കം തെളിയുമെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, നീ ധൈര്യമായിട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ രേവതി പാട്ടൊക്കെ പാടുവാണ്. അതൊക്കെ കേട്ട് സച്ചി അറിയാതെ അവിടെ കിടന്ന് ഉറങ്ങി പോവാണ്. ആ സമയം ശ്രുതിക്ക് സന്തോഷമായി, രക്ഷപ്പെട്ടു. രണ്ടുപേരുടെ കണ്ണു വെട്ടിക്കാൻ പറ്റിയ സമയം. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും രേവതിയും കൂടെ കിടന്നുറങ്ങി. അങ്ങനെ ഫോൺ അടിച്ചു മാറ്റാനായിട്ട് ശ്രുതി വരുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. എന്നാലും വന്നാലും ശ്രുതിയുടെ പ്ലാൻ നടക്കത്തില്ല, പ്ലാനൊക്കെ ചീറ്റി പോകത്തുള്ളൂ. ശ്രുതിക്ക് ആ വീഡിയോ കൈക്കലാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായി നാളെ ഉച്ചയ്ക്ക് വരട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.